ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് എക്സാമ്പിളാണ് ദ ഫ്രീ പാർട്ടിക്കിൾ. ഫ്രീ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കിളിൻ്റെ മേലിൽ മറ്റൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല, അതൊരു ഫ്രീ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടിക്കിളാണ്. നിൽക്കുക അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുക എന്തെങ്കിലും ആയിരിക്കും. നോ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ എ ഫ്രീ പാർട്ടിക്കിൾ, ഹെൻസ് പൊട്ടൻഷ്യൽ എനർജി ഈസ് സീറോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ശ്രോഡിഞ്ചർ ഇക്വേഷനിൽ എന്ത് ചെയ്യണം? പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു സീറോ എന്ന് കൊടുക്കണം. അപ്പോൾ ശ്രോഡിഞ്ചർ ഇക്വേഷൻ എന്താണ്? മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് യു സൈ ഈക്വൽ ടു ഇ സൈ എന്നല്ലേ. അപ്പോൾ യു ഈക്വൽ ടു സീറോ എന്ന് കൊടുത്താൽ ഈ ഭാഗം സീറോ ആവും, ഈ ടേം സെക്കൻഡ് ടേം സീറോ ആവും. അപ്പോൾ ഇങ്ങനെയായി മാറും, സിംപ്ലർ ഇക്വേഷനായി മാറും. അപ്പോൾ ദിസ് ഈസ് അഗെയിൻ എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ ബിക്കോസ് 2 ഈസ് കോൺസ്റ്റൻറ്റ്, എം ഈസ് കോൺസ്റ്റൻറ്റ്, ഇ ഈസ് കോൺസ്റ്റൻറ്റ്, എച്ച് ക്രോസ് സ്ക്വയർ ഈസ് കോൺസ്റ്റൻറ്റ്. So everything is constant except d square psi by dx square and psi. അങ്ങനെയാണെങ്കിൽ put k square equal to 2m e by h cross square. Put അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ d square psi by dx square is equal to minus k square psi. k square equal to ഇവിടെ എഴുതിയിട്ടുണ്ട് വേർ k square equal to 2m e by h cross square. പുട്ട് എന്ന് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇക്വേഷൻ ഈസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻസ് ഓൺ ദർഫോർ സൊല്യൂഷൻ ഈസ് അഗൈൻ എക്സ്പോണൻഷ്യൽ. അപ്പോൾ ഇങ്ങനത്തെ കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിലൊക്കെ സൊല്യൂഷൻ എക്സ്പോണൻഷ്യൽ ഫോമിൽ കൊടുക്കാൻ പറ്റും. നമ്മളങ്ങനെ അസ്യൂം ചെയ്യുക ആദ്യം. എന്നിട്ട് എന്ത് ചെയ്യുക? ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സൈ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ഇവിടെ ഡി സൈ ബൈ ഡി എക്സ് കണ്ടെത്തുക, ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ കണ്ടെത്തുക, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ അതൊന്നും കൂടുതൽ ചെയ്യണില്ല, അപ്പോൾ ഒക്കെ ഓൾറെഡി ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, സിമ്പിളായ കാര്യമാണ്. മുമ്പ് നമ്മൾ ചെയ്ത അതേപോലെ തന്നെ. അപ്പോൾ ഇവിടെ എന്താ വരിക? ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ ആൽഫ ഈക്വൽ ടു ആൽഫ സ്ക്വയർ എ ഇ റൈസ് ടു ആൽഫ എക്സ് വരിക. ഒരു തവണ സൈനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആൽഫ പുറത്ത് വരും, ഒരു തവണയും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴാണ് ഡി സ്ക്വയർ സൈ ബൈ ഡി എക്സ് സ്ക്വയർ കിട്ടുക. അത് ആൽഫ സ്ക്വയർ എ ഇ റൈസ് ടു ആൽഫ എക്സ് ആയിരിക്കും. അതിവിടെ കൊടുക്കുക, ഇവിടെ സൈന് പകരം എ ഇ റൈസ് ടു ആൽഫ എക്സ് കൊടുക്കുക. അപ്പോൾ എ ഇ റൈസ് ടു ആൽഫ എക്സ് ഇവിടെ ഉണ്ടാവും. കട്ട് ചെയ്ത് പോയാൽ പിന്നെ ആൽഫ സ്ക്വയർ ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ എന്ന് വരും. ആൽഫ ഈസ് ഈക്വൽ ടു ഇങ്ങനെ വരിക, ആൽഫ സ്ക്വയർ ഈക്വൽ ടു മൈനസ് കെ സ്ക്വയർ എന്ന് വരും. ആൽഫ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് മൈനസ് കെ സ്ക്വയർ. അപ്പോൾ എന്താ വരിക? പ്ലസ് ഓർ മൈനസിൻ്റെ റൂട്ടാണ് ഐ, കെ സ്ക്വയറിൻ്റെ റൂട്ടാണ് കെ. പ്ലസ് ഓർ മൈനസ് ഐ കെ വരും. ആൽഫയ്ക്ക് 2 വാല്യൂ ഉണ്ടാവും, പ്ലസ് ഐ കെ ഓർ മൈനസ് ഐ കെ. അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്ത സൊല്യൂഷനിൽ പ്ലസ് ഐ കെ കൊടുക്കാം, മൈനസ് ഐ കെ കൊടുക്കാം. 2 സൊല്യൂഷൻ പോസിബിളാണ്. അപ്പോൾ എന്താ വരിക? എ ഇ റൈസ് ടു ഐ കെ എക്സ് പ്ലസ് ബി ഇ റൈസ് ടു മൈനസ് ഐ കെ എക്സ്. യൂളർ ഫോമിൽ വെച്ച് നമുക്ക് കോസിൻ്റെയും സൈൻ്റെയും ടേമിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇ റൈസ് ടു ഐ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. അത് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, അതുകൊണ്ട് ഇങ്ങനെ എഴുതാം നമുക്ക്. അതവിടെ കൊടുക്കുമ്പോൾ എന്തായി മാറും? എ പ്രൈം കോസ് കെ എക്സ് പ്ലസ് ബി പ്രൈം സൈൻ കെ എക്സ്. ഇതൊക്കെ ജസ്റ്റ് ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇത് നമുക്ക് സി പ്രൈമെന്നോ ഡി പ്രൈമെന്നോ A1 എന്നോ A2 എന്നോ എന്തും കൊടുക്കാം. ജസ്റ്റ് ഒരു ലേബലിംഗ് മാത്രമായി. ഒരു കോൺസ്റ്റൻറ്റ് ഇൻറ്റു കോസ് എക്സ് പ്ലസ് അനദർ കോൺസ്റ്റൻറ്റ് ഇൻറ്റു സൈൻ കെ എക്സ്. അപ്പോൾ നമുക്ക് ഈ സൊല്യൂഷൻ എന്താണ്? ഇതൊരു ഓസിലേറ്ററി സൊല്യൂഷനാണ്. ഇനി നമുക്കൊരു ട്രാവലിംഗ് വേവിൻ്റെ ഫോമിൽ ടൈം ഡിപ്പെൻഡൻറ്റ് ഫോമിലേക്ക് ഈ സൊല്യൂഷനെ മാറ്റണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? സൈ ഓഫ് എക്സ് ടി, ഇതിപ്പോൾ സൈ ഓഫ് എക്സ് അല്ലേ, സൈ ഓഫ് എക്സിനെ സൈ ഓഫ് എക്സ് ടി ആക്കി മാറ്റണമെങ്കിൽ, ടൈമിൻ്റെ ഫംഗ്ഷനായൊരു സൊല്യൂഷനാക്കി മാറ്റണമെങ്കിൽ സൈ ഓഫ് എക്സ് ടി എന്ത് ചെയ്യുക? കിട്ടണമെങ്കിൽ എന്ത് ചെയ്യുക? സൈ ഓഫ് എക്സ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി ചെയ്താൽ മതി. ട്രാവലിംഗ് വേവ് ഒക്കെ മുമ്പ് വേവ്സ് എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾ സെക്കൻഡ് സെമ്മിൽ പഠിച്ചിട്ടുണ്ടാവും. ട്രാവലിംഗ് വേവ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുക? ഇ റൈസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി ഇങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി, അല്ലെങ്കിൽ കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി എന്നൊക്കെ കൊടുക്കാം. അപ്പോൾ ഒരു മൈനസ് ഒമേഗ ടി അവിടെ വരിക എക്സ്ട്രാ, ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടി. അത് വരുമ്പോഴാണ് ഈ സാധാരണ സ്റ്റേഷനറി ആയ ഒരു വേവിനെ ട്രാവലിംഗ് വേവ് ആക്കി മാറ്റില്ല. അപ്പോഴാണ്. അപ്പോൾ ഇത് ഒന്ന് അറിഞ്ഞിരിക്കുക, അത് ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. ഒന്ന് ജസ്റ്റ് ട്രാവലിംഗ് വേവ് ആക്കി മാറ്റണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഇ റൈസ് ടു മൈനസ് ഐ ഒമേഗ ടീനായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എ ഇ റൈസ് ടു ഐ കെ എക്സ് പ്ലസ് ബി റൈസ് ടു മൈനസ് ഐ കെ എക്സിനെ ഇ റൈസ് ടു മൈനസ് ഒമേഗ ടി ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിനെ നമ്മളെന്ത് ചെയ്യുക? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇങ്ങനെ വരും എ ഇ റൈസ് ടു ഐ കെ എക്സ് മൈനസ് ഒമേഗ ടി പ്ലസ് ബി ഇ റൈസ് ടു മൈനസ് ഐ ഇൻറ്റു കെ എക്സ് പ്ലസ് ഒമേഗ ടി. അപ്പോൾ ഇത് ഈ വേവ് എന്ന് പറഞ്ഞാൽ എന്താ? വേവ്സ് എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും.
ട്രാവലിംഗ് വേവിനെ സംബന്ധിച്ച് ഇതൊരു കോൺസ്റ്റൻറ്റാണ് കെ എക്സ് മൈനസ് ഒമേഗ ടി. അതായത് ഈ എക്സ് കൂടും, അതിൻ്റെ ഒപ്പം ടൈമും കൂടും. അപ്പോൾ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ എക്സ് കൂടുകയെന്ന് പറഞ്ഞാൽ വേവ് ഇങ്ങനെ ട്രാവൽ ചെയ്യുക, ടൈം കൂടുകയെന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ച് വേവ് ഇങ്ങനെ ട്രാവൽ ചെയ്യുക. അപ്പോൾ ഓവറോൾ കെ എക്സ് മൈനസ് ഒമേഗ ടി എന്തായിരിക്കും ഇങ്ങനെ ഉണ്ടാവുക. വേവ് ഇങ്ങനെയല്ല ഉണ്ടാവുക. എന്ത് ചെയ്യും? ഈ വേവ് ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുക, ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് കെ എക്സ് മൈനസ് ഒമേഗ ടി. ഈ ഒരു പോയിൻ്റ് എന്ത് ചെയ്യും? അടുത്ത ഇൻസ്റ്റൻറ്റിൽ ഇങ്ങോട്ട് പോകും, പിന്നെ അടുത്ത ഇൻസ്റ്റൻറ്റിൽ വീണ്ടും പോകും, അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഗിവൺ പോയിൻറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇങ്ങനെ എന്ത് ചെയ്യും? അങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ട് ഇതിങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ട്രാവലിംഗ് വേവ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ കെ എക്സ് മൈനസ് ഒമേഗ ടി ഒരു കോൺസ്റ്റൻ്റ് ആവണം, ഇതൊരു കോൺസ്റ്റൻ്റ് ആവണം ട്രാവലിംഗ് വേവിൻ്റെ. അപ്പോൾ ഇവിടെ എന്താവും? എക്സ് കൂടും, അതിൻ്റെ ഒപ്പം ടൈമും കൂടുക. ടൈം ഒരിക്കലും കുറയില്ല, ടൈം എപ്പോഴും പോസിറ്റീവായിട്ട് കൂടുക തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ എക്സ് കൂടും, ടൈമും കൂടും. അതിൻ്റെ അർത്ഥം എക്സ് പോസിറ്റീവായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു, ടൈമും പോസിറ്റീവായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. അതായത് വേവ് ട്രാവലിംഗ് ഇൻ ദ പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് വേവ് ട്രാവലിംഗ് ടുവാർഡ്സ് റൈറ്റ്. പോസിറ്റീവ് എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ? അപ്പോൾ വേവ് ഇങ്ങനെ ഇങ്ങോട്ട് പോയിരുന്ന വേവാണിത്. നമ്മുടെ വേവ് ഫംഗ്ഷനിലെ ഈ ഒരു ഇത് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? പാർട്ടിക്കിൾ റൈറ്റ് സൈഡിലേക്ക് പോകുന്ന ഒരു വേവ്, അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വേവാണ്. ഇതോ ടൈം എന്തായാലും പോസിറ്റീവ് ആവണം. അങ്ങനെയാണെങ്കിൽ എക്സ് നെഗറ്റീവ് ആയാലേ എന്ത് ചെയ്യുള്ളൂ? കെ എക്സ് പ്ലസ് ഒമേഗ ടി കോൺസ്റ്റൻ്റ് ആവുള്ളൂ. അതായത് വേവ് ട്രാവലിംഗ് എക്സ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ, നെഗറ്റീവ് എക്സ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങോട്ടാണ്. അപ്പോൾ വേവ് ഇങ്ങോട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. എങ്ങോട്ട്? ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നൊരു വേവ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന വേവ്. ഓക്കെ, അതാണ് ഈ കെ എക്സ് പ്ലസ് ഒമേഗ ടി കോൺസ്റ്റൻ്റ് ആവണമെങ്കിൽ എക്സ് നെഗറ്റീവ് ഡയറക്ഷനിൽ ഇൻക്രീസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇത് ഓവറോൾ കോൺസ്റ്റൻ്റ് ആവുള്ളൂ. അപ്പോൾ ഇതെന്താണ്? പാർട്ടിക്കിൾ മൂവിങ് ടുവാർഡ്സ് ലെഫ്റ്റ്. ഇതോ പാർട്ടിക്കിൾ മൂവിങ് ടുവാർഡ്സ് റൈറ്റ്. കാരണം ഇത് വേവ് ട്രാവലിംഗ് ടുവാർഡ്സ് റൈറ്റ് ആണ്, ഇത് വേവ് ട്രാവലിംഗ് ടുവാർഡ്സ് ലെഫ്റ്റ് ആണ്. ഇത് വേവ് കഴിഞ്ഞ സെക്കൻഡ് സെമ്മിൽ പഠിച്ചതാണിത്, വേവ്സ് എന്ന ചാപ്റ്ററിൽ. ഇഫ് യു വാണ്ട് ടു റെപ്രസെൻറ്റ്, അപ്പോൾ നമുക്ക് ഒരു റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിനെ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ഇത് മാത്രം എടുത്താൽ മതി. ഈ ഒരു സിസ്റ്റത്തിൽ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ എന്താ? ഇത് മാത്രമാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ ഇതാണ്. ഓക്കെ, ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? പ്രോബബിലിറ്റി ഡെൻസിറ്റി നമ്മൾ പറഞ്ഞല്ലോ മുമ്പത്തെ വീഡിയോയിൽ, പി ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് സൈ സ്ക്വയർ സൈ ഓഫ് എക്സ് സ്ക്വയർ. പ്രോബബിലിറ്റിയുടെ ഡെൻസിറ്റി ഓരോരോ എക്സിൻ്റെ ഓരോരോ പോയിൻറ്റ്, എക്സിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ അതാത് പോയിൻറ്റുകളിലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി നമുക്ക് കിട്ടും. ഓക്കെ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഒറ്റയ്ക്ക് ഒരു സിഗ്നിഫിക്കൻസ് ഒന്നുമില്ല. നമ്മൾ ഒരു പർട്ടിക്കുലർ റീജിയനിലുള്ള പ്രോബബിലിറ്റിക്ക് ഒരു സിഗ്നിഫിക്കൻസ് ഉള്ളത്. എന്നാലും നമ്മൾ പ്രോബബിലിറ്റി ഡെൻസിറ്റി കണ്ടു നോക്കാം. അപ്പോൾ റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്താണ്? മോഡുലസ് ഓഫ് സൈ എക്സ് സ്ക്വയർ എടുക്കുക. ഇതാ മോഡുലസ് ഓഫ് സൈ എക്സ് സ്ക്വയർ. അപ്പോൾ മോഡ് സൈ എന്നുള്ള എന്താ? മോഡ് സൈ നമ്മൾ ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ സൈ എങ്ങനെ എടുക്കുക? ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് എങ്ങനെയാണ് എടുക്കുക? കോംപ്ലക്സ് നമ്പർ ഈക്വൽ ടു എ ആണെങ്കിൽ, എ പ്ലസ് ഐ ബി ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് എടുക്കണമെങ്കിൽ എന്താ ചെയ്യുക? മോഡുലസ് എക്സ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി. അങ്ങനെയാണെങ്കിൽ മോഡ് എക്സ് സ്ക്വയർ എന്താ? എ പ്ലസ് ഐ ബി ഇൻറ്റു എ മൈനസ് ഐ ബി. അതായത് അതിൻ്റെ കൊഞ്ചുഗേറ്റ് കൊണ്ട് ഗുണിക്കുക ചെയ്യുക. ഈ എക്സ് ഇൻറ്റു എക്സ് സ്റ്റാർ കൊഞ്ചുഗേറ്റിനെ കൊണ്ട് ഗുണിക്കുക. മോഡുലസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കണേ? കോംപ്ലക്സ് നമ്പർ ഇങ്ങനെ ആയിരിക്കും, എ പ്ലസ് ഐ ബി. അപ്പോൾ ഇവിടെയാണ് എ ഉണ്ടാവുക, ഇവിടെയാണ് ബി ഉണ്ടാവുക. മോഡുലസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ഒറിജിനിൽ നിന്നിട്ടുള്ള ആ ഡിസ്റ്റൻസാണ് കിട്ടുക മോഡുലസ് എടുക്കുന്ന സമയത്ത്. അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഇത് ചെയ്ത് നോക്കുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറാണ് കിട്ടുക. അപ്പോൾ അങ്ങനെയാണ് മോഡുലസ് എടുക്കുക. മോഡുലസ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇവിടുത്തെ ഫംഗ്ഷന് എ പ്ലസ് ഐ ബിൻ്റെ ഫോമിലല്ല, ഒരു കോംപ്ലക്സ് ഫംഗ്ഷൻ തന്നെയാണ് എ ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി. അപ്പോൾ ഇതിൻ്റെ മോഡുലസ് സ്ക്വയർ എടുക്കുകയാണെങ്കിൽ മോഡുലസ് പ്രോബബിലിറ്റി ഡെൻസിറ്റി കിട്ടുകയാണെങ്കിൽ സൈ സ്റ്റാർ ഓഫ് എക്സ് ഇൻറ്റു സൈ. ഇങ്ങനെ ചെയ്യാം.
ഇവിടെ നമ്മൾ എന്താ എടുത്ത് ഇവിടെ എന്താ എടുത്ത് നമ്മൾ ഇവിടെ എന്താ നമ്മളെടുത്ത് എ പ്ലസ് ഐ ബിൻ്റെ എക്സ് ഈക്വൽ ടു എ പ്ലസ് ഐ ബി ആണെങ്കിൽ അതിൻ്റെ മോഡുലസ് സ്ക്വയർ കിട്ടാൻ എന്താ ചെയ്യേണ്ടി എക്സ് സ്റ്റാർ എക്സ് എടുക്കേണ്ടി. ഓക്കെ, എ മൈനസ് ഐ ബി ഇൻറ്റു എ പ്ലസ് ഐ ബി. അപ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കിട്ടും. അതുപോലെ ഇവിടെ സൈൻ്റെ മോഡുലസ് സ്ക്വയർ എടുക്കണമെങ്കിൽ സൈ സ്റ്റാർ സൈ എടുക്കുക. കൊഞ്ചുഗേറ്റ് ആണ് ഈ സൈ സ്റ്റാർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൊഞ്ചുഗേറ്റ് എടുക്കണമെങ്കിൽ എന്താ ചെയ്യുക, ഐൻ്റെ എന്താക്കി മാറ്റുക, മൈനസ് ഐ ആക്കി മാറ്റുക. അപ്പോൾ ഇവിടെ സൈ സ്റ്റാർ എടുക്കണമെങ്കിൽ എ ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി എടുക്കുക. ഐൻ്റെ അവിടെ മൈനസ് ഐ കൊടുക്കുക. ഓക്കെ, പിന്നെ സൈ എന്ന് പറഞ്ഞാൽ ഇതന്നെ. അപ്പോൾ സൈ സ്റ്റാർ സൈ ഇങ്ങനെ കൊടുക്കാം. സൈ എന്നുള്ളത് എ ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി. സൈ സ്റ്റാർ എന്നുള്ളത് എ ഇ റേസ് ടു ഇതിൻ്റെ കോഞ്ചുഗേറ്റ് സൈ സ്റ്റാർ എന്നുള്ളത്. അപ്പോൾ ഐനെ മൈനസ് ഐ കൊടുക്കുക, ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി. അപ്പോൾ സൈ സ്റ്റാർ സൈ അതാണ് എന്ത് പ്രോബിലിറ്റി ഡെൻസിറ്റി മോഡുലസ് സ്ക്വയർ. അപ്പോൾ ഇവിടെ എ സ്റ്റാർ എന്നുള്ളത് മോഡുലസ് എ സ്ക്വയർ. പിന്നെ ഇതെന്താവും ഇ റേസ് ടു മൈനസ് ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി. ഇവിടെ ഇ റേസ് ടു ഇത്. അപ്പോൾ ഇത് രണ്ടും എന്ത് ചെയ്യാം, നമ്മൾ എക്സ് റേസ് ടു എ ഇൻറ്റു എക്സ് റേസ് ടു ബി എന്നുള്ളത് എക്സ് റേസ് ടു എ പ്ലസ് ബി ആണ്. അപ്പോൾ ഇ റേസ് ടു എ ഇതാണ് എ, ഇ റേസ് ടു ബി ഈക്വൽ ടു ഇ റേസ് ടു എ പ്ലസ് ബി. അപ്പോൾ ഇത് മൈനസ് ആണ്, ഇത് പ്ലസ് ആണ്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എന്തായി മാറും, ഈ ടേം ഇ റേസ് ടു 0 ആയി മാറും. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഇ റേസ് ടു 0. ഇതിൻ്റെ പവറുകൾ ആഡ് ചെയ്യപ്പെടുക ചെയ്യുക. പിന്നെ എ സ്റ്റാറും എയും ഉണ്ടാവും. അപ്പോൾ അതാണെന്ത് എ സ്റ്റാർ എ ഈസ് ഈക്വൽ ടു മോഡ് എ സ്ക്വയർ. അപ്പോൾ പ്രോബിലിറ്റി ഡെൻസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. അതായത് it means that particle is equally likely to find anywhere along the x-axis. Hence the particle is, അതായത് പാർട്ടിക്കിൾ എവിടെ കാണാനും സാധ്യത ഈക്വൽ ആണ്, കോൺസ്റ്റൻ്റ് അല്ലേ. പ്രോബിലിറ്റി ഡെൻസിറ്റി എക്സിന് ഏത് വാല്യൂ എടുക്കുകയാണെങ്കിലും പ്രോബിലിറ്റി ഡെൻസിറ്റി എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്, എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാ പോയിൻറ്റിലും സ്പേസിലെ എല്ലാ പോയിൻറ്റിലും പ്രോബിലിറ്റി ഡെൻസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. അതായത് എല്ലായിടത്തും പാർട്ടിക്കിളിനെ കാണാനുള്ള സാധ്യത ഈക്വൽ ആണ്. It means that particle is equally likely to be found anywhere along the x-axis. Hence the particle is unlocalized. അതായത് പാർട്ടിക്കിളിന് ഒരിടത്ത് തളച്ചിട്ടില്ല. പാർട്ടിക്കിൾ എന്താണ്, എല്ലായിടത്തും മൂവ് ചെയ്യാൻ ഫ്രീ ആണ്. സ്പേസിലെ ഏതൊരു പോയിന്റിലും അതിനെ കാണാനുള്ള സാധ്യത ഈക്വൽ ആണ്. ബിക്കോസ് പ്രോബിലിറ്റി ഡെൻസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ്. ദെർഫോർ പാർട്ടിക്കിൾ ഈസ് നോട്ട് ലോക്കലൈസ്ഡ് ബട്ട് ഇറ്റ് ഈസ് അൺലോക്കലൈസ്ഡ്. ആ പാർട്ടിക്കിളിന് എവിടെയും കാണാൻ സാധ്യത ഉണ്ട്. ഓക്കെ, ദാറ്റ്സ് ഓൾ. നമ്മളിവിടെ എന്താ ചെയ്തത്, നമ്മൾ പൊട്ടൻഷ്യൽ എനർജി ഫ്രീ പാർട്ടിക്കിളാണ്. ഫ്രീ പാർട്ടിക്കിളാകുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി 0, അത് ശ്രോഡിഞ്ചർ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ പിന്നെ കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റുള്ള ഇക്വേഷൻ കിട്ടും. അപ്പോൾ എന്ത് ചെയ്യുക, സൊല്യൂഷൻ എക്സ്പോണൻറ്റിൻ്റെ ഫോമിൽ അസ്യൂം ചെയ്യുകയാണെങ്കിൽ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ആൽഫ എന്നുള്ളത് പ്ലസ് ഓർ മൈനസ് IK കിട്ടും. അത്രേ ഉള്ളൂ, സിമ്പിൾ കാര്യമാണ്. അപ്പോൾ അതിനെ വേണമെങ്കിൽ നമുക്ക് ട്രാവലിംഗ് വേവ് ആക്കി മാറ്റണമെങ്കിൽ ഇ റേസ് ടു മൈനസ് ഐ ഒമേഗ ടിനായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ റൈറ്റിലേക്ക് ട്രാവൽ ചെയ്യുന്നൊരു വേവ് ഉണ്ടാവും, ലെഫ്റ്റിലേക്ക് ട്രാവൽ ചെയ്യുന്ന വേവ് ഉണ്ടാവും. റൈറ്റിലേക്ക് അപ്പോൾ പാർട്ടിക്കിൾ അവിടെ എവിടെയും എവിടെ ഉണ്ടാവാം. പാർട്ടിക്കിൾ ട്രാവലിംഗ് വേവ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാർട്ടിക്കിൾ ഒരു മൂവിങ് പാർട്ടിക്കിളാണ്, ട്രാവലിംഗ് പാർട്ടിക്കിളാണ്, ഫ്രീ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിക്കിളാണ്. റൈറ്റ് സൈഡിലേക്ക് പോകാൻ സാധ്യതയുള്ള ആ ഒരു പാർട്ടിക്കിളിൻ്റെ റൈറ്റ് സൈഡിൽ പാർട്ടിക്കിളിനെ കാണാനുള്ള ആ പാർട്ടിക്കിളിനുമായി അസോസിയേറ്റ് ചെയ്ത വേവ് ഫംഗ്ഷൻ ഇതാണ്. ലെഫ്റ്റ് സൈഡിലേക്കുള്ള മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളുമായി ലെഫ്റ്റ് സൈഡിലേക്കും സാധ്യത ഉണ്ട്, റൈറ്റ് സൈഡിലേക്കും സാധ്യത ഉണ്ട്. റൈറ്റ് സൈഡിലേക്കുള്ള സാധ്യത ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ലെഫ്റ്റ് സൈഡിലേക്കുള്ളത് ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രോബിലിറ്റി ഡെൻസിറ്റി കാണണമെങ്കിൽ നമുക്ക് റൈറ്റിൻ്റെ ഒറ്റക്ക് കാണണമെങ്കിൽ ഇതിൻ്റെ സൈസാർ എടുക്കുക. ലെഫ്റ്റ് സൈഡിലേക്കുള്ള ട്രാവൽ ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ആണെങ്കിൽ ഇതിൻ്റെ സൈസ് സ്റ്റാർ എടുക്കുക. സൈസ് സ്റ്റാർ എന്നുള്ളത് സൈസ് മോഡുലസ് സ്ക്വയർ എടുക്കുക. മോഡുലസ് എന്ന് പറഞ്ഞാൽ സൈ സ്റ്റാർ സൈ ആണ്, അത് കൊഞ്ചുഗേറ്റ് ഇൻറ്റു ദാറ്റ് കോംപ്ലക്സ് നമ്പർ. ഓക്കെ, അതാണ് ഇപ്പോൾ ഇത്ര ചെയ്തത്. അപ്പോൾ മോഡുലസ് സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടും. കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി അറ്റ് എവറി പോയിന്റ് ഈസ് കോൺസ്റ്റൻറ്റ്. ദെർഫോർ പാർട്ടിക്കിൾ ഈസ് ഈക്വലി ലൈറ്റ്ലി ടു ഫൈൻഡ് എനിവെയർ ഓൺ ദ എക്സ് ആക്സിസ്. ഓക്കെ, ഇതൊക്കെ 1 ഡയമെൻഷണൽ കേസാണെന്നുള്ള ഓർമ്മ വേണം.
അതായത് എക്സ് ഡയറക്ഷനിൽ ഒറ്റ ഡയമെൻഷനിൽ മാത്രമേ മൂവ്മെൻറ്റ് അലൗഡ് ഉള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ അയലുമ്മ കൂടി ഒരു എറുമ്പ് നടന്നു പോവുകയാണെങ്കിൽ എന്താണ് ഒറ്റ ഡയമെൻഷനിൽ മാത്രമേ അലൗഡ് ഉള്ളൂ. ആ അയൽ വിട്ട് അതിന് പോകാൻ പറ്റില്ല, ഒറ്റ ഡയമെൻഷൻ. അതുപോലെ 2 ഡയമെൻഷൻ ആണെങ്കിൽ ഒരു നിലത്ത് കൂടെ എന്ത് ചെയ്യുക, ഒരു എറുമ്പ് നടന്നു പോകാം, 2 ഡയമെൻഷൻ പോസിബിളാണ്. 3 ഡയമെൻഷൻ ആണെങ്കിൽ ഒരു കിളി പറന്നു പോവാം. അപ്പോൾ എല്ലാ ഡയമെൻഷനും അതിന് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഇത്ര ഡീൽ ചെയ്തൊക്കെ 1 ഡയമെൻഷനാണ്. ഓക്കെ, താങ്ക് യു.